അത് ഞാൻ ശ്രീ എ സജീവനിലേക്ക് പോവുകയാണ്. ശ്രീ എ സജീവൻ, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ അനാരോഗ്യം, ആ വിഷയം ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്യുമ്പോൾ ഇന്നിപ്പോൾ റീത്ത് പ്രതിഷേധം, അത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറി വീടിന്റെ ഗേറ്റ് തള്ളിത്തുറന്ന് അകത്ത് റീത്ത് വെക്കുന്ന പ്രതിഷേധം. അപ്പോൾ ആ വിഷയം മാറിപ്പോവുകയാണോ? ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വിഷയങ്ങളിൽ നിന്നും വിഷയം മാറി ഇപ്പോൾ റീത്ത് വയ്ക്കാമോ എന്നതിലേക്ക് മാറുന്നുണ്ടോ? സ്മൃതി, താങ്കൾ പറഞ്ഞ പോലെ ഇത് അതിഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. പെട്ടെന്ന് കൃത്യമായ നടപടികളിലൂടെ പരിഹരിക്കേണ്ട പ്രശ്നമാണ്. അവിടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണർന്ന് പ്രവർത്തിക്കണം. സർക്കാർ, മന്ത്രിമാർ ഉണർന്ന് പ്രവർത്തിക്കണം. അതിനനുസരിച്ചിട്ടുള്ള സമ്മർദ്ദം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. അതിന് റീത്ത് വയ്ക്കൽ എന്നത് ഒരു പരിഹാരമേ അല്ല. അതൊരു രാഷ്ട്രീയ നാടകം മാത്രമായിട്ട്, തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ട് നമ്മളിതിനെ കാണേണ്ടതുണ്ട്. കാരണം അതുകൊണ്ട് എന്താണ് നേട്ടം? മന്ത്രിയുടെ വീട്ടിലേക്ക് തള്ളിക്കയറിയിട്ട് അവിടെ റീത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, അത് പറയുമ്പോൾ പോലും സർക്കാരെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല. ഇവിടെ ആവർത്തിച്ച് താങ്കൾ തന്നെ പറഞ്ഞ പോലെ എണ്ണി പറയാവുന്ന ഓരോ സ്ഥലത്തും, ഓരോ സർക്കാർ ആശുപത്രിയിലും, മെഡിക്കൽ കോളേജ് മുതൽ താഴോട്ടേക്കുള്ള PSCകളിൽ വരെ ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ആവർത്തിച്ച് വരുമ്പോഴും അത് ഏതെങ്കിലും ഡോക്ടർക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നേഴ്സിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാരാമെഡിക്കൽ സ്റ്റാഫിനെതിരെയോ എന്തെങ്കിലും നടപടിയെടുത്തുകൊണ്ട് കാര്യമല്ല. സിസ്റ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ സർക്കാർ നടപടിയിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാവണം. ഇപ്പോൾ സർക്കാർ വളരെ കൃത്യമായിട്ട് ഈ വിഷയം മാറ്റാൻ എളുപ്പമായി. പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളുടെ ചില ഇത്തരത്തിലുള്ള സമരാഭാസങ്ങൾ മൂലം വിഷയം മാറ്റാനുള്ളൊരു അവസരം കിട്ടുകയാണ്. ശരിയായ വിഷയം എന്ന് പറയുന്നത് ഇവിടെയുള്ള സർക്കാർ ആശുപത്രികളിൽ വേണ്ടത്ര സൗകര്യങ്ങളുണ്ട്, വേണ്ടത്ര സ്റ്റാഫുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ലഘൂകരിച്ച് കാണിക്കുന്ന ഒരു കാര്യം, അത് ഏറ്റവും തമാശയായിട്ട് ഇപ്പോൾ കാണുന്നത് 10 വർഷക്കാലം പോലെ ഇത്തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിൽ കിടന്നാലും പ്രശ്നമുണ്ടാവില്ല. 50 വർഷം 50 വർഷക്കാലം ഇങ്ങനെയൊക്കെ വയറ്റിൽ കിടന്നാലും പ്രശ്നമുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ അതവരൊരു കാര്യം ചെയ്താൽ പോലെ ശസ്ത്രക്രിയ ചെയ്തിട്ട് ഇതെല്ലാം കൂടി അവിടെ വെച്ച് തുന്നി കെട്ടിയാൽ മതിയല്ലോ, എന്നാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അതല്ലല്ലോ ഇത് പറയേണ്ടത്. പ്രതികരിക്കേണ്ടത് ഇങ്ങനെ ചെയ്ത് അവിടെ ഒരു ശസ്ത്രക്രിയ നടത്തി കഴിഞ്ഞാൽ അവിടെ ആ ശസ്ത്രക്രിയ പൂർണ്ണമാവുന്നത് ആ ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ട് രോഗിക്ക് വേണ്ട രൂപത്തിലുള്ള പരിചരണം കൊടുക്കുക എന്നുള്ള, അത് കൊടുക്കാതെ ഇത്തരത്തിൽ ന്യായീകരണങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ ആ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് വീഴ്ച വരുത്തിയ ഡോക്ടർമാർ പക്ഷേ, അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ ബാക്കി പാരാമെഡിക്കൽ സ്റ്റാഫോ ഈ തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ ബോധപൂർവ്വം ഉണ്ടാക്കിയാവണമെന്നില്ല. പക്ഷേ അതിനെ ന്യായീകരിക്കുന്നിടത്ത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഓരോ ജില്ലയും മാറി വന്നുകൊണ്ട് ഓരോ സർക്കാർ ആശുപത്രി മാറി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ ഞങ്ങൾ പരിഹാരം കാണുമെന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ സിസ്റ്റത്തിലെ ഈ പാളിച്ച, അതിന് ഒന്നാമത് വേണ്ടത്ര സ്റ്റാഫ് വേണ്ടി വരും, അതിനുവേണ്ട സൗകര്യങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ നമുക്കറിയാം പല ഘട്ടങ്ങളിലും ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ലാതെ, മരുന്നില്ലാതെ ആണ് സർക്കാർ ആശുപത്രികൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെയൊക്കെ നേട്ടം കൊയ്യുന്നത് മറുഭാഗത്തുള്ള ഈ സ്വകാര്യ ആശുപത്രികളാണ്. അപ്പോൾ സ്വകാര്യ ആശുപത്രി താങ്കൾ പറഞ്ഞ പോലെ അത് ഓരോ ദിവസവും ഇങ്ങനെ താഴ്ച വളരുകയാണ്. എന്തുകൊണ്ട് താഴ്ച വളരുന്നു? സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകൾ പോലും ഇപ്പോൾ സർക്കാർ ആശുപത്രിയിലേക്ക് പോകുന്നവരും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരത്തിലേക്ക് പോകണം. അത് നമ്മുടെ ഇവിടുത്തെ ചികിത്സാ രീതി ഗംഭീരമാണ്, ലോകോത്തരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇവിടെ ഫുൾ പ്രൂഫായിട്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടോ? ഇവിടെ വേണ്ടത്ര മരുന്നുണ്ടോ? ഇവിടെ വേണ്ടത്ര സ്റ്റാഫുണ്ടോ? ഇവിടെ വേണ്ടത്ര ഉപകരണങ്ങളുണ്ടോ? ഇതൊക്കെ നമ്മൾ നടപ്പാക്കണം. പണ്ട് കരുണാകരൻ്റെ കാലത്താണ് ഈ മെഡിക്കൽ കോളേജുകൾ റഫറൽ ആശുപത്രികളാക്കി മാറ്റിയിരുന്നത്. അദ്ദേഹം മാറ്റുകയല്ല പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം ഏതാണ്? ഷൺമുഖദാസ് എന്ന് പറയുന്ന മന്ത്രി, അന്ന് അദ്ദേഹം MLA ആയിരുന്നു. അദ്ദേഹത്തിന് അപകടം പറ്റിയപ്പോഴാണ് ഈ സംഭവം പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ രീതിയിലൊക്കെ പ്രവർത്തിക്കേണ്ടി വരും. കാരണം നേരിട്ട് ആളുകൾ അവിടെ പോകുന്നു.
അവിടെ വിദഗ്ധ ചികിത്സ കിട്ടാത്തൊരവസ്ഥയുണ്ട്. കാരണം അവിടെ താഴെ തട്ടിലുള്ള ആശുപത്രികളിൽ ഒന്നുകിൽ മരുന്നുണ്ടാവില്ല, ഡോക്ടർമാരുണ്ടാവില്ല, ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ ഉണ്ടാവില്ല, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായ പരിഹാരം കാണാൻ ഇപ്പോഴും കഴിയുന്നില്ല. നമ്മൾ ഓരോ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ തർക്കത്തിലൂടെ പറയുന്നു, ഇതേപോലെ റീത്ത് വെക്കലിൻ്റെ ഒരു പ്രഹസനത്തിലൂടെ പ്രതിപക്ഷം പോകുന്നു, ഇത് പരിഹരിക്കപ്പെടാതെ പോകുന്നു. താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ജനം ആരുടെ മുമ്പിലാണ് റീത്ത് വെക്കേണ്ടത്? റീത്ത് വെക്കേണ്ടത് ഈ രണ്ട് വിഭാഗത്തിൻ്റെയും, ഭരണകൂടത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും മുമ്പിൽ തന്നെയാണ് റീത്ത് വെക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.